ഹലോ, വെൽക്കം ടു റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർഡ്. റൈസ് വിത്ത് ഷജീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിലർ വർഷങ്ങളോളം സാമ്പത്തികമായി ഒരേ നിലയിൽ തുടരുമ്പോൾ മറ്റു ചിലർ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉയർന്നുയർന്ന് വലിയ വിജയം നേടുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴെങ്കിലും നമ്മൾ എല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ഇത്? ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമോ ഭാഗ്യമോ കുടുംബ പശ്ചാത്തലമോ ഒന്നുമല്ല. ഇത് തുടങ്ങുന്നത് നമ്മുടെ മനോഭാവത്തിൽ നിന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പണത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റുന്ന അതിശക്തമായിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. ഒരു ചെറിയ ഗ്രാമത്തില് രവി എന്നും അരുൺ എന്നും പറയുന്ന രണ്ട് ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരേ സ്ഥാപനത്തില് ഒരേ സാലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ചെറുപ്പക്കാർ. ഓരോ മാസവും രവി പറയുമായിരുന്നു, എനിക്ക് ആവശ്യത്തിനുള്ള സാലറി വരുമ്പോൾ ഞാൻ അത് സേവ് ചെയ്യാം. അവൻ എന്ത് ചെയ്ത്? രവി എന്ന് പറയുന്ന ആള് അവന്റെ ശമ്പളത്തിന്റെ ഭൂരിഭാഗവും അവന്റെ സന്തോഷങ്ങൾക്കായി അവൻ ചെലവഴിച്ചു. പക്ഷേ അരുൺ ആകട്ടെ, അരുൺ ഈ സെയിം ശമ്പളമാണ് ലഭിച്ചിരുന്നെങ്കിലും അരുൺ എപ്പോഴും അവനോട് ചോദിക്കുമായിരുന്നു, എന്റെ പൈസയെ എങ്ങനെ വളർത്താം എന്നുള്ള ഒരു ചോദ്യം. അങ്ങനെ അവൻ എന്ത് ചെയ്തു? നമ്മുടെ അരുൺ അവന്റെ സാലറിയിൽ നിന്നും ഒരു ചെറിയ ഒരു തുക സേവിങ്സിനായിട്ട് മാറ്റിവെച്ചു. അതിനോടൊപ്പം തന്നെ അവൻ പുസ്തകങ്ങൾ വായിച്ചു. പുതിയ പുതിയ സ്കില്ലുകള്, ചെറിയ സ്കില്ലുകൾ, അവന് ഇഷ്ടമുള്ള, അവന് പാഷനായിട്ടുള്ള ചെറിയ സ്കില്ലുകൾ പഠിക്കാനായിട്ട് അവൻ സമയം ചെലവഴിച്ചു. എന്നിട്ട് അവൻ ചെറിയ ആ നിക്ഷേപം അവൻ ആരംഭിച്ചു. ആളുകളാകട്ടെ നമ്മുടെ അരുണിനെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു, എപ്പോഴും ഈ ചെറിയ തുക കൊണ്ട് നിനക്ക് എന്ത് മാറ്റം വരുത്താനാണ് എന്നുള്ള രീതിയിൽ. 5 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ രവി സേവിങ്സ് ഒന്നും മാറ്റിവെക്കാതെ എനിക്ക് മതിയായ സാലറി വരുമ്പോൾ സേവ് ചെയ്യാം ഞാൻ എന്ന് വിചാരിച്ച് ഇപ്പോഴും കടബാധ്യതകളില് അകപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ കടബാധ്യതകളിൽ നിന്നും അവന് പുറത്തേക്ക് വരാനേ കഴിഞ്ഞിട്ടുണ്ടായില്ല 5 വർഷമായിട്ടും. നമ്മുടെ അരുൺ ആകട്ടെ ചെറിയ സേവിങ്സ് അവൻ കൂട്ടിവെച്ച് അവനൊരു അടിയന്തര ഫണ്ട് ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 വർഷം കൊണ്ട് ചെറിയ സ്കില്ലുകൾ പഠിച്ചിട്ട് അവൻ സൈഡായിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ സൈഡായിട്ട് ഒരു ബിസിനസ് അവൻ സ്റ്റാർട്ടാക്കി. അങ്ങനെ 10 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ രവി ഇപ്പോഴും പുതിയ അവസരങ്ങൾ വരും, അല്ലെങ്കിൽ പുതിയ വരുമാനം, കുറച്ചും കൂടി എനിക്ക് സാലറി ലഭിക്കും എന്നുള്ള രീതിയിൽ അവന്റെ മെന്റാലിറ്റി ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നമ്മുടെ അരുൺ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി നിരവധി വരുമാന മാർഗങ്ങൾ സൃഷ്ടിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരുടെയും സാലറി ഒന്നായിരുന്നു അല്ലെ? പക്ഷേ രണ്ടുപേരും ചിന്തിച്ചത് 2 രീതിയിലായിരുന്നു. അതായത് നമ്മുടെ സമ്പത്ത് സൃഷ്ടിക്കുന്ന മനോഭാവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട്, ചെറിയ കാലയളവിനേക്കാൾ നമ്മൾ ദീർഘകാലത്തേക്കുള്ള ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. നമുക്കൊരു ചെറിയ സാലറി ആണെങ്കിൽ പോലും ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 250 രൂപ നമ്മൾ അതിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ അത് ഫ്യൂച്ചറിലേക്കുള്ള വലിയൊരു ഫണ്ടായിട്ട് മാറും എന്നുള്ള ഒരു സത്യം ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിരന്തരമായിട്ടുള്ള പഠനം. നമ്മൾ എപ്പോഴും പുതിയ അറിവുകൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ചെറിയ സ്കില്ലാവട്ടെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങളുടെ സമയം വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ചെറിയ സ്കില്ലുകൾ നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം. നിങ്ങൾ പണത്തിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം. പിന്നെ അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രശ്നങ്ങളിൽ പോലും അവസരങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. എന്ത് പ്രശ്നം, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും അതൊരു അവസരമായിട്ട് നമ്മൾ കാണുക. ഇവിടെ പലരും എന്താണ് പറയുന്നതെന്നറിയോ? കൂടുതൽ ശമ്പളം വരുമ്പോൾ ഞാൻ സേവ് ചെയ്യാം. പക്ഷേ വിപുലമായ മനസ്സുള്ളവർ, സമ്പന്നത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെന്താ ചെയ്യുന്നത്? അവര് മനസ്സിനോട് പറയും, അവനവനോട് തന്നെ പറയും, സേവ് ചെയ്യാനുള്ള ശീലം ഇന്ന് തന്നെ തുടങ്ങാം. ചെറിയ സാലറി ആയിക്കോട്ടെ, 1000 രൂപ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടോ, 100 രൂപ നിങ്ങൾ സേവ് ചെയ്യും. ആ ഒരു ശീലം നിങ്ങളിൽ തന്നെ വളർത്തിയെടുക്കുക. സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വലിയ തീരുമാനത്തിൽ നിന്നും രൂപപ്പെടുന്നതല്ല. 100 കണക്കിന് നമ്മുടെ ചെറിയ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെയാണ് സമ്പത്ത് നമ്മളിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇപ്പൊ ഞാനിതൊക്കെ വന്ന് പറഞ്ഞു തന്നല്ലോ. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇന്ന് എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഈ പറയുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു വരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ അത് ചെലവാക്കുന്നതിന് മുന്നേ അതിൽ നിന്നും ഒരു ചെറിയ പെർസെൻറ്റേജ്, ഒരു ചെറിയ ഭാഗം നമ്മൾ
സേവ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിക്ഷേപിക്കാനോ നമ്മൾ ആ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു തുക നമ്മൾ സേവിങ്സിനോ നിക്ഷേപത്തിനോ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളിൽ നിക്ഷേപിക്കുക. ഈ പൈസ എന്ന് പറയുന്നത് നമ്മളൊരു സ്കില്ല് പഠിക്കാനായിട്ട്, പുതിയതായിട്ടുള്ള ഒരു കാര്യം പഠിക്കാനായിട്ട്, നമുക്കൊരു സ്കില്ല് പഠിച്ച് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പം ആ സ്കില്ല് പഠിക്കാനായിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ബോധവും ഇല്ലാതെ, അതായത് ഒന്നും ചിന്തിക്കാത്ത രീതിയിൽ എല്ലാം വലിച്ചു വാരി വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക. ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇത് ശരിക്കും എനിക്ക് യൂസ്ഫുൾ ആണോ, ഇതെനിക്ക് വർത്തിയാണോ, ഇതെനിക്ക് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇൻ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ ഇപ്പോഴോ ആണെങ്കിലും എനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങളും വാങ്ങാനായിട്ട് ശ്രമിക്കുക. കാണുന്നതെല്ലാം വാരി വലിച്ച് വാങ്ങി കൂട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഇന്നൊരു വിത്ത് നമ്മൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോളം അതിനൊരു ഫലവും ഉണ്ടാവത്തില്ല അല്ലെ? അത് മുളച്ചു വരണമെന്നില്ല, മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അത് മുളച്ചു വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദിവസവും അതിന് വെള്ളം കൊടുക്കണം അല്ലെ? വെള്ളവും വളവും ഒക്കെ അതിന് കൊടുക്കണം. അങ്ങനെ നമ്മൾ ദിവസവും വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കുറെ മാസങ്ങൾ കഴിയുമ്പോൾ, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അത് നമുക്ക് സംരക്ഷണവും നമുക്ക് തണലും നമുക്ക് ഫലവും നമുക്ക് താങ്ങും ഒക്കെ അതാകും അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും, നമ്മുടെ ക്യാഷും എന്ന് പറയുന്നത്, നമ്മുടെ പൈസ, നമ്മുടെ സമ്പത്തും അതുപോലെയാണ്. ഇന്ന് ചെയ്യുന്ന ചെറിയ ഒരു സേവിങ്സ്, ചെറിയ ഒരു നിക്ഷേപം, അതുപോലെ ചെറിയ മനോഭാവങ്ങളും ചെറിയ മാറ്റങ്ങളും, അത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് നിസ്സാരമാണ് എന്ന് തോന്നും. പക്ഷെ കാലക്രമേണ അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ട് മാറും. ഒരു സംശയമില്ല. ഒരു കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ഒരിക്കലും അത് നിർണ്ണയിക്കുന്നില്ല എന്നുള്ള. ഇപ്പോഴത്തെ വരുമാനം അത് എന്തുമായിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല. പകരം നിങ്ങളുടെ ദിവസേനയുള്ള സാമ്പത്തിക ശീലങ്ങൾ, നമുക്ക് ഡെയിലി വരുമാനം ലഭിക്കുന്നവരാണെങ്കിൽ, കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ഡെയിലി നമ്മൾ ആ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനം നമ്മൾ മാറ്റിവെച്ച് അതിങ്ങനെ കൂട്ടി വെക്കുമ്പോൾ അത് കുറെ നാളുകൾ കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, ഞാൻ അരുണിന്റെയും രവിയുടെയും സ്റ്റോറി പറഞ്ഞിരുന്നില്ലേ, അതുപോലെ നമ്മൾ അരുണായിട്ട് നമ്മൾ മാറണം. നമ്മൾ ഒരു ചെറിയ തുക നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു തന്ന ആ 4 കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ഒരിക്കലും, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഒരിക്കലും നിങ്ങൾ പറയരുത് എനിക്കിത് വാങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ കൊടുക്കരുത്. പകരം നിങ്ങൾ എന്താണ് അവിടെ കൊടുക്കാനുള്ളത്? ഇത് വാങ്ങാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇത് വാങ്ങാനുള്ള കഴിവ് എനിക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും? അങ്ങനെ നിങ്ങൾ മാറി ചിന്തിക്കുക. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യുന്നേ? നോർമലി ആൾക്കാര് ഇപ്പം ഒരു ഷോപ്പിൽ പോയി, എക്സാമ്പിൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം എടുത്തു, നോക്കുമ്പോഴത്തേനും ഒരു 5,000 അല്ലെങ്കിൽ 10,000 നമ്മൾ ഇതൊന്നും വാങ്ങാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. മാറ്റണം, ആ ശീലം മാറ്റണം, ആ ഒരു മനോഭാവം നിങ്ങൾ മാറ്റണം. പകരം നിങ്ങൾ എന്ത് ചിന്തിക്കണം? ഓക്കെ, 10,000 അല്ലെങ്കിൽ 5,000 നെക്സ്റ്റ് ടൈം ഞാനിത് വാങ്ങും. അപ്പൊ നിങ്ങൾ അന്ന് തൊട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം, അത് വാങ്ങാനുള്ള കഴിവ് എനിക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും? ആ ഒരു പൈസ എന്നിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എന്ത് മാർഗ്ഗമാണ് എന്റെ മുന്നിലേക്കുള്ളത്? ചിന്തിക്കുക. ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിനുള്ള ആൻസർ കിട്ടും. നിങ്ങൾ അതിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്, അതിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് നമ്മൾ പണത്തെക്കുറിച്ച് വ്യത്യസ്തമായി എപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുമോ ആ നിമിഷം മുതൽക്കാണ്. എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ അറിയിക്കുക. എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു ലൈഫ് കോച്ചാണ്, മൈൻഡ് പവർ ട്രെയിനറാണ്, ചിൽഡ്രൻസ് കോച്ചാണ്, അതുപോലെ തന്നെ ഒരു ബിസിനസ് കോച്ചാണ്. എൻ്റെ ക്ലാസ്സുകളെല്ലാം എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കൂടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ സെഷൻസ് അവൈലബിൾ ആണ്. ഒരുപാട് സക്സസ് സ്റ്റോറീസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലൈഫിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു പോസിറ്റീവ് ഗ്രൂപ്പിന്റെ ഭാഗമാകാനും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനും
ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായി നാളത്തെ വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.